Good evening, everyone. So, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ, എൻ്റെ സൗണ്ട് കേൾക്കാമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണേ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ CMA ഫൈനലിൽ കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ തന്നെ സെക്ഷൻ A, സെക്ഷൻ D ആൻഡ് സെക്ഷൻ E ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സെക്ഷൻസ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലെ സെക്ഷൻ A, അത് ജനറൽ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഞാൻ എടുക്കുന്നുണ്ടാവും. സെക്ഷൻ A, സെക്ഷൻ D ഡെവലപ്മെന്റ്സ് ഇൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, വാലുവേഷൻ, ഷെയർ ബേസ്ഡ് പേയ്മെന്റ്, റിപ്പോർട്ടിംഗ് ത്രൂ XBRL ആൻഡ് സെക്ഷൻ E ഗവൺമെന്റ് അക്കൗണ്ടിങ്. ഈ 3 ടോപ്പിക്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിന്റെ 20, 25, 45 പ്ലസ് 15 60% പോർഷൻസ്, സിലബസിന്റെ 60% പോർഷൻസ് ഞാനായിരിക്കും കൊടുക്കുന്നത്. സെക്ഷൻ B ആയിട്ടുള്ള അക്കൗണ്ടിങ് ഓഫ് ബിസിനസ് കോമ്പിനേഷൻ ആൻഡ് കൺസോളിഡേഷൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേറെ ഫാക്കൽറ്റി ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് ആക്കുന്നു. സെക്ഷൻ A കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം സെക്ഷൻ D എടുക്കും, പിന്നീട് സെക്ഷൻ Eയിലോട്ട് പോകും. അപ്പോൾ ഓൾറെഡി ഇതിന്റെ നോട്ട്സ് ഞാൻ ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ നോട്ട്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇന്ന് എടുക്കുന്ന പോർഷൻസ് വീട്ടിൽ നോക്കിയിട്ടാണ്, വീട്ടിൽ പോയിട്ട് അത് ചെയ്ത് നോക്കുമ്പോഴാണ് ഡൗട്ട് എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് സൂമിന്റെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രീലക്ഷ്മി മാമിന്റെ അടുത്തുനിന്ന് എൻ്റെ നിങ്ങളുടെ ഗ്രൂപ്പിലും ഞാൻ ഉണ്ടെന്ന് തോന്നുന്നു, ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മി മാമിന്റെ അടുത്തുനിന്നോ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നോക്കി കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ആ ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. സ്റ്റുഡൻസിന് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്റ്റുഡൻസ് ആണ്. എൻ്റെ പേഴ്സണൽ പേജ് അല്ല, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള പേജാണ്. അപ്പോൾ അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ സ്റ്റാൻഡേർഡ്സിന്റെ ഓർഡറിലാണ് നമ്മൾ പഠിച്ചു പോകാൻ പോകുന്നത്. AS1, AS2, AS3 എക്സെട്ര എന്ന് പറഞ്ഞ് അതിന്റെ ഓർഡറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചില ക്ലാസ്സുകൾ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, എല്ലാ ക്ലാസ്സും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഇപ്പോൾ ഇവിടെ നമുക്ക് AS1 ഇത് എക്സാമിനേഷൻ ആകെ ഒരു തവണ മാത്രം ചോദിച്ച ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ലേറ്റസ്റ്റ് എക്സാമിനേഷനിൽ ചോദിച്ചോ എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ 2020 കൊറോണ വന്ന ആ എക്സാമിനേഷനിൽ ചോദിച്ചോ എന്നറിയില്ല. ആ ലേറ്റസ്റ്റ് കൊറോണ പീരീഡിൽ ചോദിച്ച എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാനത് കളക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ചോദിച്ചോ ഇല്ലേ അറിയില്ല. അപ്പോൾ കൊറോണ പീരീഡിന് തൊട്ട് മുമ്പുള്ളവരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ AS1 അങ്ങനെ ആകുമ്പോൾ AS1 ആകെ ഒരു തവണ മാത്രമാണ് എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത്, 1 or 2 തവണ. ഇനി പെട്ടെന്ന് നമുക്ക് നോക്കാം AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി.
അപ്പൊ അറിയേണ്ടത് എന്താണ് അക്കൗണ്ടിങ് പോളിസി എന്നറിയണം. ജസ്റ്റ് വായിച്ചു പോയാൽ മതി, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി ഈസ് എ ഡ്യൂട്ടി ഓഫ് മാനേജ്മെന്റ്. ഇപ്പൊ ബേസിക്കലി അക്കൗണ്ടിങ് പോളിസിയുടെ എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്കത് എന്താണെന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവുക. അക്കൗണ്ടിങ് പോളിസിയുടെ ഒരു എക്സാമ്പിൾ ഒരു പക്ഷേ നിങ്ങൾ മറന്നിട്ടുണ്ടാവും, എങ്കിലും പ്രശ്നമൊന്നുമില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ സബ്സിക്വന്റ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. സബ്സിക്വന്റ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് കാണിക്കേണ്ടത്. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് കാണിക്കാൻ രണ്ട് മോഡൽസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ കോസ്റ്റ് മോഡൽ ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതൊരു അക്കൗണ്ടിങ് പോളിസിയാണ്. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് ബാലൻസ് ഷീറ്റിൽ കോസ്റ്റിൽ കാണിക്കണോ അതോ വാല്യൂവിൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂവിൽ കാണിക്കണോ എന്നുള്ളത് മാനേജ്മെന്റ് തീരുമാനിക്കാം. അതൊരു അക്കൗണ്ടിങ് പോളിസിയാണ്. അപ്പോൾ ഇതൊരു അക്കൗണ്ടിങ് പോളിസിയുടെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററി വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ NRV വിച്ചെവർ ലോവറിലാണ്. പക്ഷെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആഫ്കോ മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻവെന്ററിയുടെ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ ഫിഫോ മെത്തേഡ് ആണോ യൂസ് ചെയ്യേണ്ടത് അതോ ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഇതും ആർക്ക് തീരുമാനിക്കാം? മാനേജ്മെന്റ് തീരുമാനിക്കാം. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് പോളിസിയുടെ എക്സാമ്പിൾസ്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൺസിഡറേഷൻ വേണം. ഒന്ന് പ്രൈമറി കൺസിഡറേഷൻ ആൻഡ് സെക്കൻഡ് വൺ സെക്കൻഡറി കൺസിഡറേഷൻ. പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഗീവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓർ ഫെയർ വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഫിഫോ ആൻഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ കാണിക്കുന്നത്, കോസ്റ്റിൽ കാണിക്കുന്നതാണോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അതോ ഫെയർ വാല്യൂവിൽ കാണിക്കുന്നതാണോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അല്ലെങ്കിൽ ഇൻവെന്ററി ഫിഫോയിൽ വാല്യൂ ചെയ്യുന്നതാണോ അതോ ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ വാല്യൂ ചെയ്യുന്നതാണോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുന്നത്. ഇതാണ് പ്രൈമറി കൺസിഡറേഷൻ. സെക്കൻഡറി കൺസിഡറേഷൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. പ്രൂഡൻസ്, സബ്സ്റ്റൻസ് ഓവർ ഫ്രോം ആൻഡ് മെറ്റീരിയാലിറ്റി ഇമ്പോർട്ടൻസ്. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ലീഗാലിറ്റിക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിന്റെ സബ്സ്റ്റൻസിനാണ്. പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ലോസസ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത്. പിന്നീട് AS1 പറയുന്നത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംപ്ഷൻസ് ഉണ്ട്. ആ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംപ്ഷൻ ആണ് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി ആൻഡ് അക്രൂവൽ. അക്രൂവൽ നിങ്ങൾക്ക് അറിയാം, എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 12 മാസത്തിന്റെ എക്സ്പെൻസും ബുക്സിൽ കാണിക്കണം, ക്യാഷ് പേ ചെയ്താലും ഇല്ലെങ്കിലും. 12 മന്ത്സിന്റെ ഇൻകം ബുക്സിൽ കാണിക്കണം, റിസീവ് ചെയ്താലും ഇല്ലെങ്കിലും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടാണ് ഫോളോ ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയറിൽ ഏത് മെത്തേഡ് ആണോ അഡോപ്റ്റ് ചെയ്തത് അത് തന്നെ ആയിരിക്കണം കറന്റ് ഇയറിൽ ചൂസ് ചെയ്യേണ്ടത്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി കണ്ടിന്യൂസ് ഫോർ ഫോർസിയബിൾ ഫ്യൂച്ചർ ആണ്, ഫോർ എവർ അല്ല. പലർക്കും തെറ്റുന്നതാണ് ഫോർസിയബിൾ ഫ്യൂച്ചർ. ഒരു പക്ഷേ BComനൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത് എൻറ്റിറ്റി കണ്ടിന്യൂസ് ഫോർ എവർ ആണ്, അതല്ല ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റിറ്റി ഓർ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ദി ഫോർസിയബിൾ ഫ്യൂച്ചർ, മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 12 മന്ത്സ്. നെക്സ്റ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ ലിങ്ക് ഒരു പക്ഷേ തെറ്റായിരിക്കും കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഈ പറയുന്ന ലിങ്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ട്, ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സ്റ്റിൽ അവിടെ ഉണ്ട്, പക്ഷെ ലിങ്ക് കറക്റ്റ് അല്ല. ഡിസ്ക്ലോഷർ ഇതാണ് നിങ്ങളുടെ എക്സാമിനേഷന് ചോദിച്ച ഏക ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പറയുന്നത് അക്കൗണ്ടിങ് പോളിസീസ് ഡിസ്ക്ലോസ് ചെയ്യണം. എല്ലാ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് പോളിസീസും ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെല്ലാം അറ്റ് വൺ പ്ലേസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് സ്കാറ്ററിംഗ്. അതെന്താന്ന് പറയാം. അതേപോലെ തന്നെ ഡിസ്ക്ലോഷർ ഈസ് നോട്ട് എ റെമഡി ഓഫ് റോങ് അക്കൗണ്ടിങ്. തെറ്റായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ചെയ്തിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്താൽ പോരാ, അതല്ല ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് പോളിസീസും ഒരൊറ്റ സ്ഥലത്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, സ്കാറ്റേർഡ് ആവാൻ പാടില്ല.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അക്കൗണ്ടിങ് പോളിസി ഉണ്ട്. AS2 അക്കൗണ്ടിങ് പോളിസി പറയുന്നുണ്ട്, AS10 അക്കൗണ്ടിങ് പോളിസി പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ള പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലും അക്കൗണ്ടിങ് പോളിസീസ് പറയുന്നുണ്ട്. AS9 റവന്യൂ റെക്കഗ്നിഷന്റെ പോളിസി ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം പറഞ്ഞ ഡിസ്ക്ലോഷേഴ്സ് എല്ലാം ഒറ്റ സ്ഥലത്താണ് കാണിക്കേണ്ടത്, പല പല സ്ഥലത്തായിട്ട് കാണിക്കരുത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പോളിസി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഉണ്ട്. PPE എന്ന് പറഞ്ഞിട്ട് അവിടെയല്ല അക്കൗണ്ടിങ് പോളിസി കാണിക്കേണ്ടത്. ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് അവിടെയല്ല ഹെഡിങ് ഇട്ടിട്ടല്ല അക്കൗണ്ടിങ് പോളിസി കാണിക്കേണ്ടത്. എല്ലാ അക്കൗണ്ടിങ് പോളിസിയും ഒരൊറ്റ സ്ഥലത്ത് ആണ് കാണിക്കേണ്ടത്. അതിൽ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞ ഹെഡിങ് ഇട്ടിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 PPയുടെ അക്കൗണ്ടിങ് പോളിസി എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററിയുടെ അക്കൗണ്ടിങ് പോളിസി എന്താണ്, എല്ലാ അക്കൗണ്ടിങ് പോളിസിയും ഒറ്റ ഹെഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ അത്രയേ ഉള്ളൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ഇത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പോകുന്നു. റീസെന്റ് നിങ്ങളുടെ എക്സാമിനേഷനിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ അല്ല, നിങ്ങൾക്ക് കൊറോണ ആയ സമയത്ത് റിമോട്ട് ഇൻവിജിലേറ്റർ എക്സാമിനേഷന്റെ ഒരു മോഡൽ ടെസ്റ്റ് പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ മോഡൽ ടെസ്റ്റ് പേപ്പറിൽ AS2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ മനസ്സിലായതെന്ന് പറഞ്ഞാൽ ചില സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ലും നിങ്ങളുടെ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ വേണം പഠിക്കാൻ. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം. ബാക്കിയുള്ളതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് പിന്നീട് ചോദിച്ചിരിക്കുന്നത്, ഇത്തവണ നിങ്ങളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 നിങ്ങളുടെ മോഡൽ ടെസ്റ്റ് പേപ്പറിൽ ആ റിമോട്ട് ഇൻവിജിലേറ്റർ എക്സാം വീട്ടിൽ നിന്ന് ഇരുന്ന് ആ എക്സാമിനേഷന്റെ മോഡൽ ടെസ്റ്റ് പേപ്പറിൽ ബട്ട് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 8 മാർക്കിനാണ് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ amount items not to be included in കോസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഫിക്സഡ് ആസ് വെൽ ആസ് വേരിയബിൾ ഓവർഹെഡ്. ഈ പറയുന്ന എല്ലാ ഭാഗത്തും ചേർത്തിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിന് അവിടെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനേഷൻ അല്ല, മോഡൽ ടെസ്റ്റ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ 1 by 1 ആയിട്ട് പഠിക്കുന്നു. AS2 ഇൻവെന്ററീസ് എന്തൊക്കെയാണ് ഇൻവെന്ററീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സോ ബേസിക്കലി ഇൻവെന്ററീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്യും. ഒരു ട്രേഡർ ആണെങ്കിൽ ആള് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗുഡ്സ് ഹെൽഡ് ഫോർ സെയിൽ. ഇപ്പോൾ ഇൻവെന്ററീസ് ആർ അസറ്റ് ഹെൽഡ് ഫോർ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ട്രേഡറുടെ പോയിന്റില് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അസറ്റ്. അല്ലെങ്കിൽ ഇൻവെന്ററീസ് ആർ അസറ്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽസ് ഓർ ഇൻ ഫോം ഓഫ് മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ. സോ ബേസിക്കലി മാനുഫാക്ചർ ആംഗിളില് ഇൻവെന്ററി മെഷർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവറിലാണ്. എന്താണ് NRV? എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ. ഇപ്പൊ NRV എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ നമുക്ക് പ്രോബ്ലം വരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ ഫിനിഷ്ഡ് ഗുഡ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? ഇപ്പോൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ ഫിനിഷ് ഗുഡ്സിൽ ആള് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ആ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ റോ മെറ്റീരിയൽ ഫിനിഷ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കൺവേർഷൻ കോസ്റ്റ്. ഇപ്പൊ കൺവേർഷൻ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു CMA ഫൈനൽ സ്റ്റുഡന്റിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ കോസ്റ്റിംഗിൽ പുലികളാണ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ഒക്കെ ഉണ്ടാവും. ആൻഡ് ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, നോൺ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ ഓവർഹെഡ്. പിന്നെ അതർ കോസ്റ്റ് ഉണ്ടാവും, അതർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ഇൻവെന്ററി ടു ദിയർ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ ഇൻവെന്ററിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, $5 lakhs. ഈ ഗുഡ്സ് ലൊക്കേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടായിരുന്നു, കാരേജ് ഇൻവേർഡ്. നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കാരേജ് ഇൻവേർഡ് ഒരു 20,000 ട്രാൻസ്പോർട്ടേഷൻ ലോറിക്ക് കൊടുത്തു. അപ്പോൾ ഈ ഇൻവെന്ററിയുടെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് പ്ലസ് കാരേജ് ഇൻവേർഡും ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരേജ് ഇൻവേർഡ് ഇൻകർ ചെയ്തിരിക്കുന്നത് ടു ഗെറ്റ് ദി അസെറ്റ് ടു ഇറ്റ്സ് പ്രസന്റ് ലൊക്കേഷൻ ഓർ കണ്ടീഷൻ ആണ്. ഈ അസെറ്റ് നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് ആണോ ഇൻകർ ചെയ്യുന്നത് ആ എക്സ്പെൻസ് കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ കൺസിഡർ ചെയ്യണം. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഐറ്റം കാരേജ് ഇൻവേർഡ് ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പൊ കാരേജ് ഔട്ട്വേർഡോ? കാരേജ് ഔട്ട്വേർഡ് ബേസിക്കലി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആണ്. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. ഇത് കോസ്റ്റിൽ കൺസിഡർ ചെയ്യരുത്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പൊ ഇത് കോസ്റ്റിന്റെ ഭാഗമല്ല, ഡു നോട്ട് കൺസിഡർ ഇൻ കോസ്റ്റ്. ഡു നോട്ട് consider in cost of inventory. Okay, എല്ലാ CMA ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, ബേസിക്കലി നമ്മൾ CMA പഠിക്കുന്ന സമയത്ത് കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൈസ് കണ്ടുപിടിക്കുന്ന പോയിന്റിൽ നിങ്ങളുടെ കോസ്റ്റിംഗിൽ നമ്മുടെ എല്ലാ കോസ്റ്റും നമ്മൾ ബേസിക്കലി എവിടെ കൺസിഡർ ചെയ്യും? സെല്ലിംഗ് പ്രൈസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണെങ്കിൽ കൂടി, സർവീസ് കോസ്റ്റ് ആണെങ്കിൽ കൂടി സ്റ്റെപ്പ് ലാഡർ മെത്തേഡും അല്ലെങ്കിൽ ആൽജിബ്രേക്ക് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കോസ്റ്റും അലോക്കേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ച് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത് കോസ്റ്റിംഗ് അല്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങോ പെർഫോമൻസ് മാനേജ്മെന്റ് ഒന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ്, ലോ പോലെയുള്ള റൂൾസ് ആണ്. ആ റൂള് പ്രകാരമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആ റൂള് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവറിലാണ്. കോസ്റ്റിൽ ആകെ നിങ്ങൾ 3 കാര്യമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. 1 പർച്ചേസ് പ്രൈസ്, 2 കോസ്റ്റ് ഓഫ് കൺവേർഷൻ, 3 എനി എക്സ്പെൻസസ് ഇൻകർഡ് ടു ബ്രിങ് ദി ഇൻവെന്ററി ടു ഇറ്റ്സ് പ്രസന്റ് ലൊക്കേഷൻ ഓർ കണ്ടീഷൻ. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, കാരേജ് ഔട്ട്വേർഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കോസ്റ്റിൽ എടുക്കരുത്. കോസ്റ്റിൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ എടുക്കരുത് എന്നാണ്, അക്കൗണ്ടിങ് കൺസിഡർ ചെയ്തതെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ അത് എടുക്കരുത്. അപ്പോൾ കോസ്റ്റിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും പെർഫോമൻസ് മാനേജ്മെന്റ് ഒന്നും അക്കൗണ്ടിങ്ങുമായിട്ട് കൂട്ടിക്കുഴച്ച് കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പർച്ചേസ് പ്രൈസ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് അതർ നോൺ റീഫണ്ടബിൾ ടാക്സസ്. ആഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് ഹാൻഡ്ലിംഗ്, എനി അതർ കോസ്റ്റ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു അക്വിസിഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യണം. +1 മുതൽ പഠിക്കുന്നതാണ്. പർച്ചേസ് പ്രൈസ് എന്നാണ് ട്രേഡ് ഡിസ്കൗണ്ട് ലെസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓർക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, എന്താണ് ഈ നോൺ റീഫണ്ടബിൾ ടാക്സസ്? ഇപ്പൊ സെയിൽസ് ടാക്സ് ഉണ്ട്. സെയിൽസ് ടാക്സ് നോർമലി ഒരു റീഫണ്ടബിൾ ടാക്സ് ആണ്. ഇപ്പൊ സെയിൽസ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യരുത്. കാരണം സെയിൽസ് ടാക്സ് ഒരു റീഫണ്ടബിൾ ടാക്സ് ആണ്. ഡയറക്റ്റ് ആയിട്ട് റീഫണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി സെയിൽസ് ടാക്സ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് ടാക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇപ്പൊ സെയിൽസ് ടാക്സ് റീഫണ്ടബിൾ ടാക്സ് ആയതുകൊണ്ട് അത് എടുക്കരുത്.
നെക്സ്റ്റ് എന്താണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ? ഇൻവെന്ററിയുടെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പെർച്ചേസും പ്ലസ് കോസ്റ്റ് ഓഫ് കൺവേർഷനുമാണ്. അപ്പോൾ നെക്സ്റ്റ് പഠിക്കുന്നത് എന്താണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് കൺവേർഷൻ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ്. കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഫിക്സഡ് ആസ് വെൽ ആസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് കൺസിഡർ ചെയ്യും. പ്രൊഡക്ഷൻ ഓവർഹെഡ് ആയാൽ മതി. ഇനി ഫിക്സഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുമ്പ് ആ തിയറി ഒന്ന് നോക്കുന്നു. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ട്രീറ്റ് ചെയ്യേണ്ടത് നോർമൽ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടും വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ബേസ് ചെയ്യേണ്ടത് ആക്ച്വൽ യൂസ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഐറ്റംസ് നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ്. ഇൻവെന്ററിയുടെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റം അബ്നോർമൽ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ പ്രൊഡക്ഷൻ കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യരുത്. എക്സെപ്റ്റ് റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനാണ് നിങ്ങളുടെ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോഡൌണിലൊക്കെ റെന്റ് ഒക്കെ കൊടുക്കുന്നെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. റോ മെറ്റീരിയൽ, ജസ്റ്റ് ഒരു മിനിറ്റ്. ചെറിയൊരു ലാഗ് ഉണ്ട്. ലാഗ് ഉള്ളതുകൊണ്ട് എൻ്റെ വീഡിയോ ആയിരിക്കും മിക്കവാറും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ആ വീഡിയോ സെറ്റിംഗ് ഒന്ന് മാറ്റട്ടെ. എൻ്റെ HD ക്യാമറയാണ്, അപ്പോൾ HD ഉള്ളത് കൊണ്ടാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ചെറിയൊരു നെറ്റ് സ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആണെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വല്ല വെയർ ഹൗസ് ഒക്കെ നമ്മൾ റെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. റോ മെറ്റീരിയലിന്റെ സ്റ്റോറേജ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഇൻക്ലൂഡ് ചെയ്യരുത്. സെല്ലിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യരുത്. ഇതൊന്നും കോസ്റ്റ് അല്ല. സെല്ലിംഗ് കോസ്റ്റ് എല്ലാം NRVന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ടെക്നിക്സ് ഫോർ മെഷർമെന്റ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ, ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം, വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. നോർമലി റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ്, ജസ്റ്റ് ഒരു മിനിറ്റ്.
ഓക്കെ, നോർമലി ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. ഇൻവെന്ററി അല്ല, റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത്. നല്ല ടെക്നിക്കൽ ഇഷ്യൂ ഇന്ന്. ജസ്റ്റ് ഒരു മിനിറ്റ്, 1 മിനിറ്റ്. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഓക്കെ, നോർമലി റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. ബട്ട് if finished goods are sold at below cost, raw material should be valued at replacement cost. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സെല്ല് ചെയ്യുന്നത് കോസ്റ്റ് ഒന്നും കുറവായിട്ടാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഇൻവെന്ററി, റോ മെറ്റീരിയൽസിന്റെ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ ഇനി തിയറി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇന്ന് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം സൂമിൽ ഫേസ് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കൂ. എ കമ്പനി ഹാസ് ഇൻവെന്ററി ഓൺ ഹാൻഡ് അറ്റ് ദി എൻഡ് ഓഫ് റിപ്പോർട്ടിംഗ് പീരിയഡ് ആസ് ഫോളോസ്. Item A 300 units, item B 250 units, raw material cost 160.50. ഡോളർ നോക്കണ്ട, റുപ്പീസിൽ ഇട്ടാൽ മതി. Attributable production overhead 15 and 10, attributable selling cost 12 and 10, expected selling cost 185 and 175. What is the value of inventory to be shown in balance sheet as per AS2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഇതിലോട്ട് പോകുന്നുണ്ട്. ആൻസർ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഐറ്റം എയുടെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഞാൻ എൻ്റെ വൺ നോട്ടിൽ ചെയ്യുന്നുണ്ട് ഇത്. Okay. So question 1, a company has inventory on hand at the end of reporting period as follows. ഇപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഐറ്റം എയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. ഐറ്റം എയുടെ കോസ്റ്റ് ഓർ NRV whichever is ലോവറിലാണ് വാല്യൂ ചെയ്യേണ്ടത്. ഐറ്റം എയുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് 160, പ്രൊഡക്ഷൻ ഓവർഹെഡ് 15, 175. ആൻഡ് ഐറ്റം ബിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് 15, ഓവർഹെഡിന്റെ കോസ്റ്റ് 10, ടോട്ടൽ 60. NRV എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 185ഉം സെല്ലിംഗ് കോസ്റ്റ് 12ഉം. സോ 185 മൈനസ് 12, 185 മൈനസ് 12 ഈക്വൽ ടു 173. ആൻഡ് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡ് കേസിൽ 75ഉം ആൻഡ് 10ഉം ആണ്, ഈക്വൽ ടു 65. ജസ്റ്റ് ഒരു മിനിറ്റ്. സാധാരണ ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വരാറില്ല, എന്താണെന്ന് അറിയില്ല. ഇന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഐറ്റം എയുടെ NRV എന്ന് പറയുന്നത് 185 minus 12 equal to 173. ആൻഡ് ഐറ്റം ബിയുടെ NRV എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് 75 മൈനസ് സെല്ലിംഗ് കോസ്റ്റ് 65. അപ്പോൾ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവറിലാണ്. അപ്പോൾ ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 173 ആണ് ലോവർ, അപ്പോൾ അതിലാണ് വാല്യൂ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ 60 ആണ്, 60 ഓർ 65. സെക്കൻഡ് വൺ 60 ആണ് ലോവർ, അപ്പോൾ 60യിലാണ് വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ therefore വാല്യൂ ഓഫ് ഇൻവെന്ററി ഈക്വൽ ടു ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐറ്റം എ 300 യൂണിറ്റ്സ് ഇൻറ്റു റുപ്പീസ് ആണ് 173 പ്ലസ് ഐറ്റം ബി 250 യൂണിറ്റ്സ് ഇൻറ്റു റുപ്പീസ് 60. So equal to 300 into 173, 51,900 plus 250 into 60, 15,000. Total inventory value കാണിക്കേണ്ടത് 66,900ലാണ്. അപ്പോൾ ഇൻവെന്ററി വാല്യൂവേഷൻ ഈക്വൽ ടു 66,900. ക്വസ്റ്റ്യൻ നമ്പർ 1 തീർന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല ക്വസ്റ്റ്യൻ നമ്പർ 1. സോ നിങ്ങൾക്ക് ഓൾറെഡി ഇന്റർമീഡിയറ്റിലൊക്കെ പഠിച്ച ആ പോയിന്റ്സ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ഒന്നും കൂടി അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അത് കാണിച്ചു എന്ന് മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 2, സി ഹാസ് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് ഇൻ ഇൻവെന്ററി അറ്റ് ദ ഇയർ എൻഡ്. പ്രൊഡക്റ്റ് ABC, ക്വാണ്ടിറ്റി 1000, 2500, 800, കോസ്റ്റ് 40, 15, 23, സെല്ലിംഗ് പ്രൈസ് 55, 25, 27, സെല്ലിംഗ് കോസ്റ്റ് 8, 4, 5. What is the value of inventory to be shown in balance sheet as per AS2 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു വീണ്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഓൾറെഡി അറിയുന്നതാണ്, ഒന്നുകൂടി ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് NRV ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ NRV കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ A എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് കോസ്റ്റ് B. അപ്പോൾ NRV എന്ന് പറയുന്നത് A മൈനസ് B ആയിരിക്കും. അപ്പോൾ 55 മൈനസ് 8 47, 25 മൈനസ് 4 21, 27 മൈനസ് 5 22. അപ്പോൾ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ആണ്. അപ്പോൾ ഇൻവെന്ററിയുടെ വാല്യൂ ബേസ് ചെയ്യേണ്ടത് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഫസ്റ്റ് കേസിൽ 40 ഓർ 47 വിച്ച് എവർ ഈസ് ലോവർ, 40 ആണ് ലോവർ. സെക്കൻഡ് കേസിൽ 15 ഓർ 21 വിച്ച് എവർ ഈസ് ലോവർ, 15 ആണ് ലോവർ. തേർഡ് കേസിൽ 23 ഓർ 22 വിച്ച് എവർ ഈസ് ലോവർ, 22 ആണ് ലോവർ. അപ്പോൾ ഇതിൽ ബേസിക്കലി 1000 യൂണിറ്റ്സ് ഉണ്ട്, അപ്പോൾ ഈക്വൽ ടു 40,000 റുപ്പീസ്. ഐറ്റം ബി 2500 യൂണിറ്റ്സ് ഉണ്ട്, അപ്പോൾ 15 ഇൻറ്റു 2500, 37,500. And item C 8 into 22, 800 into 22 equal to 17,600. But total inventory value 40,000 plus 37,500 plus 17,600 equal to 95,100 ആണ് ഇൻവെന്ററിയുടെ വാല്യൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ തീർന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Okay. For question number
3 പോകുന്നു. Question വായിക്കൂ. In preparing financial statement for the year ended 31st March X6, the inventory count was carried out on 4th April X6. The value of inventory counted was rupees 36 lakh. Between 31st March and 4th April, goods with a cost of rupees 2.7 lakh were received into inventory and sales of 7.8 lakh were made at a markup on cost of 30%. At what amount should inventory be stated in balance sheet as at 31st March X6 ആണ് question. അപ്പോൾ question ഒന്നുകൂടി വായിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 31st മാർച്ചിലാണ് ഇയർ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി ഇൻവെൻട്രി എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യാറ്? ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെൻട്രി 31st മാർച്ച് അല്ലെങ്കിൽ ഇയർ എൻഡിൽ നമ്മൾ അത് ഫിസിക്കലി വെരിഫൈ ചെയ്യും, ഫിസിക്കലി കൗണ്ട് ചെയ്യും എത്രയാണ് ഇൻവെൻട്രി ഉള്ളത്. ആ ഫിസിക്കലി കൗണ്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യും? കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവറിനോട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഇൻവെൻട്രിയുടെ വാല്യൂ കണ്ടുപിടിക്കാറ്. ഇപ്പോൾ 31st മാർച്ച് X6ലാണ് നമ്മുടെ ഇയർ എൻഡ്. പക്ഷേ ഇൻവെൻട്രി കൗണ്ട് ചെയ്തത് 4th April X6ലാണ്. അപ്പോൾ ഇൻവെൻട്രി കൗണ്ട് ചെയ്തത് 4th April X6ലാണ് കൗണ്ട് ചെയ്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 31st മാർച്ച് X6ലെ X6 എന്ന് പറഞ്ഞാൽ 2016 നോക്കിയിട്ടാൽ മതി, X6ലെ വാല്യൂ ആണ്. അപ്പോൾ 4th April X6ൽ കൗണ്ട് ചെയ്തപ്പോൾ ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് 36 lakhs ആണ്, റുപ്പീസ് ഇൻ ലാക്സ്. ബിറ്റ്വീൻ 31st മാർച്ച് ആൻഡ് 4th April, അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു രണ്ട് കാര്യം സംഭവിച്ചിട്ടുണ്ട്. Between 31st March and 4th April, goods costing 2.7 lakhs were received into inventory. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 31st March X6 ബിഫോർ 4th April X6ൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.7 lakhs ആണ്. ആൻഡ് ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്തതിന്റെ വാല്യൂ 7.8 lakhs ആണ്. സെയിൽ ചെയ്തത് 30% മാർക്കപ്പ് ആണ്. മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കോസ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ ആ 7.8 എന്ന് പറയുന്ന ഐറ്റം ബേസിക്കലി അവർ തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. ആ സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 7.8 സെല്ലിംഗ് പ്രൈസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഏപ്രിൽ X6ലെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. 31st മാർച്ച് X6ലെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ആദ്യം നോക്കേണ്ടത് നമ്മൾ ബേസിക്കലി സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക. 31st മാർച്ച് X6 എന്ന് 4th April X6ന്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. തിരിച്ചല്ല, നോർമൽ രീതിയിൽ 31st മാർച്ച് X6 എന്ന് 4th April X6ലോട്ട് വരികയാണ്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഗുഡ്സ് പർച്ചേസ് ആഡ് ചെയ്യും, സെയിൽ ലെസ് ചെയ്യും. അങ്ങനെയാണ് 31st മാർച്ച് X6 എന്ന് 4th April X6ന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ നേരെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. 4th April X6 എന്ന് 31st മാർച്ച് X6 കണ്ടുപിടിക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആണ്, പ്ലസ് മൈനസ്. അത് എന്തുകൊണ്ടാണ് പ്ലസ് ചെയ്യുന്നത്? സെയിൽ എന്തുകൊണ്ടാണ് പ്ലസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4th April X6 ആ 36 സെയിലും കൂടി കുറച്ചിട്ടുള്ള വാല്യൂ ആണ്. പക്ഷെ 31st മാർച്ച് X6 അത് സെയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 31st മാർച്ച് X6ന്റെ ഇൻവെന്ററിയിൽ ആ സ്റ്റോക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. കാരണം ആഫ്റ്റർ ഇയർ എൻഡിലാണ് അത് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെന്ററിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻവെന്ററി ഈക്വൽ ടു തന്നിരിക്കുന്ന 36 lakhs പ്ലസ് എന്ത് ആഡ് ചെയ്യണം? 7.8 ആഡ് ചെയ്യണം. പർച്ചേസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഞാനൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, പർച്ചേസ് മൈനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് പർച്ചേസ് മൈനസ് ചെയ്യേണ്ടത്? 31st മാർച്ച് X6 അങ്ങനെ ഒരു ഇൻവെന്ററി പർച്ചേസ് ചെയ്തിട്ടില്ല. ഇയറിന് ശേഷമാണ് ഇൻവെന്ററി പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഇയർ എൻഡിൽ 31 മാർച്ച് X6 നമ്മുടെ ഇൻവെന്ററിയിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് മൈനസ് ചെയ്യുന്നു. ചെറിയൊരു പ്രശ്നമുള്ളത് ഈ 7.8 എന്ന് പറയുന്ന ഐറ്റം സെല്ലിംഗ് പ്രൈസ് ആണ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് NRV ആണ്. സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇൻവെന്ററി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ആണ്. നോർമലി ഏതായിരിക്കും ലോവർ? കോസ്റ്റ് ആയിരിക്കും ലോവർ. കാരണം കോസ്റ്റിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല, സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടത് സെയിൽ അല്ല, ആഡ് ബാക്ക് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് സെയിൽ ആണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാർക്കപ്പ് ആണ് എന്ന് പറഞ്ഞാൽ, മാർക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കോസ്റ്റിലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് 100, അപ്പൊ പ്രോഫിറ്റ് എത്രയായിരിക്കും? മാർക്കപ്പ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 30% ആണ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അപ്പൊ 30. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 130 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 130 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7.8 ഈസ് 130%. അപ്പൊ ഹൗ മച്ച് ഈസ് 100%? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 7.8 ഡിവൈഡഡ് ബൈ ഇത് 130 ആണ്, എത്രയാണ്? 100. സോ 7.8 ഡിവൈഡഡ് ബൈ 130 ഇൻറ്റു 100 ഈക്വൽ ടു 6. 6 ആണ്. അപ്പൊ 6 ആണ് 100%. എന്താ ഈ 100% എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100% എന്ന് പറയുന്നത് കോസ്റ്റ് 6 ആണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 7.8 അല്ല ആഡ് ബാക്ക് ചെയ്യേണ്ടത്, 6 ആണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽ ആണ്. കാരണം 7.8 പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ 36 പ്ലസ് 6 മൈനസ് 2.7 ഈക്വൽ ടു ഇൻവെന്ററിയുടെ വാല്യൂ ആസ് ഓൺ ഇയർ ആൻഡ് 39.3 ആണ്. ഇനി ഈ പറയുന്ന 6 എന്ന് പറയുന്ന കാൽക്കുലേഷൻ നമുക്ക് വേറൊരു രീതിയിലും ഇത് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്നത് നമുക്ക് കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 7.8 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന മാർക്കപ്പ് ആണ്, സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. മാർക്കപ്പ് ആകുമ്പോൾ 30/130 ആണ് ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കോസ്റ്റിംഗ് പഠിക്കുന്ന പിള്ളേരോട് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, മറന്നിട്ടുണ്ടെങ്കിൽ എന്ന അസംഷനിൽ പറഞ്ഞു തരികയാണ്. സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മാർക്കപ്പ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് എത്രയാണോ R/100 പ്ലസ് R ആണ്. മാർജിൻ ആണെങ്കിൽ പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ R/100 ആണ്. ഇവിടെ മാർക്കപ്പ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു R30 ആണ്, ബൈ 100 പ്ലസ് R 130. അപ്പോൾ 7.8, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7.8 ഇൻറ്റു 30/130 1.8 ആണ്. അപ്പോൾ 7.8 മൈനസ് 1.8 ഈക്വൽ ടു 6. അങ്ങനെ നിങ്ങൾക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്താലും ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി 6 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം എന്താണ് ഡൗട്ട് എന്നുള്ളത്. ഞാൻ അപ്പോൾ തന്നെ ആൻസർ ചെയ്യാം. അതല്ല പിന്നീടാണ് ഡൗട്ട് വരുന്നതെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും ഡൗട്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 8 o'clock ആകുമ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് തരാം. 1 hour കഴിയുമ്പോൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് തരാം. ക്വസ്റ്റ്യൻ നമ്പർ 4. At 31st March X7, T had 12,000 units of product W32 in inventory, included at a cost of 6 per unit. During April and May, units of W32 were sold at a price of 5.4 each.
with sales staff receiving 15% commission on sales price of the product. What amount of inventory should be recognized in financial statement? Another question. So as usual, a question, one note load on the copy paste ചെയ്യുന്നുണ്ട്. ആൻസർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൻസർ നിങ്ങൾ എഴുതിയെടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവറിലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റ് 6 per unit ആണ്. കോസ്റ്റ് ഈസ് ₹6 per unit. NRV എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. സെല്ലിംഗ് കോസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് കമ്മീഷൻ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 5.4 മൈനസ് കമ്മീഷൻ ഉണ്ട് 15% ഓൺ സെയിൽ പ്രൈസ് ആണ്. 5.4 into 15% സെല്ലിംഗ് കോസ്റ്റ്. ഇപ്പോൾ കമ്മീഷൻ ബ്രോക്കറേജ് ഒക്കെ സെല്ലിംഗ് കോസ്റ്റ് ആണ്. അത് കോസ്റ്റിലല്ല കാണിക്കുക, NRVന്ന് മൈനസ് ചെയ്ത് കാണിക്കുന്നതായിട്ടാണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് കോസ്റ്റ് 5.4 into 15% 0.81. അപ്പോൾ NRV എന്ന് പറയുന്നത് 5.4 minus 0.81 equal to 4.59. അപ്പോൾ ഏതാണ് ലോവർ? NRV ആണ് ലോവർ. അപ്പോൾ NRV ലോവർ ആണെങ്കിൽ NRVയിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് 4.59ലാണ് ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. അങ്ങനെ എത്ര ഐറ്റംസ് ഉണ്ട്? 12,000 ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ 4.59 into 12,000 equal to ₹55,080. ഇതാണ് NRV. സോറി, NRV അല്ല, ഇൻവെന്ററിയുടെ വാല്യൂ ഈക്വൽ ടു 55,080 ഇൻവെന്ററി വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തീർന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ ഫോട്ടോ എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം, ആൻസറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് പിന്നീട് എഴുതിയെടുക്കണം. കാരണം നിങ്ങൾക്ക് അറിയാം, സ്ക്രീൻഷോട്ടും ഫോട്ടോ ഒക്കെ നമ്മൾ ഒരുപാട് എടുക്കുന്നതാണ്. പിന്നീട് നമുക്കത് എവിടെയുള്ളതെന്ന് പോലും തപ്പിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ടാവും, ഒരുപാട് സെൽഫീസ് എടുക്കുന്നുണ്ടാവും, ഒരുപാട് സ്ക്രീൻഷോട്ടും എടുക്കുന്നുണ്ടാവും. ലാസ്റ്റ് ഒരു റെക്കോർഡും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തരുത്. പിന്നീട് ഇടയ്ക്ക് നമ്മളുടെ ഫോൺ ഹാങ് ആവുന്ന സമയത്തോ ഫോണിൽ മെമ്മറി കുറയുന്ന സമയത്തോ അത് പിടിച്ചെല്ലാം നമ്മൾ ഡിലീറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്റർ ഇതൊപ്പം എഴുതിയെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്രേക്കിന് മുൻപുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ. Okay, question number 5. N has only 2 items of inventory on hand at its reporting date. Item 1, materials costing ₹24,000, bought for processing and assembly for a customer under a one-off order, which is expected to produce a high profit margin. Since buying this material, the cost price has fallen to ₹20,000. Item 2, a machine constructed for another customer for a contracted price of ₹36,000. This has recently been completed at a cost of ₹33,600. It has now been discovered that in order to meet certain health and safety regulation, modification at an extra cost of ₹8,400 will be required.
The customer has agreed to meet half of the extra cost. What should be the total value of these two items of inventory in statement of financial position? ഇപ്പോൾ 1 by 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐറ്റം 1 മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ ഏത് വാല്യൂലാണ് കാണിക്കേണ്ടത്? മെറ്റീരിയൽസ് നോർമലി കാണിക്കേണ്ടത് കോസ്റ്റ് പ്രൈസിലാണ് മെറ്റീരിയൽസ് കാണിക്കേണ്ടത്. അപ്പോൾ ഐറ്റം 1 മെറ്റീരിയൽസ്, ജസ്റ്റ് എ മിനിറ്റ്. ഐറ്റം 1 റോ മെറ്റീരിയൽ ആണ്. റോ മെറ്റീരിയൽ നമ്മൾ നോർമലി വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റിൽ വാല്യൂ ചെയ്യണം ഇഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫിനിഷ് ഗുഡ്സ് ഇസ് ലോവർ ദാൻ കോസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് 24,000 bought for processing and assembly for a customer under a one-off order which is expected to produce a high profit margin. Since buying this material, cost price has fallen to ₹20,000. ഇത്ര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളൊന്ന് ഇന്ററാക്ട് ചെയ്യണം. ഈ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് 24,000-ലാണോ 20,000-ലാണോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ ടൈപ്പ് ചെയ്യൂ. 24 ആണോ 20,000 ആണോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇത്ര ട്രിക്കിയാണത്. എന്താണെങ്കിൽ ആൻസർ ടൈപ്പ് ചെയ്യൂ. 24 അല്ലെങ്കിൽ 20, ഏതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് 24,000-ലാണ്. റോ മെറ്റീരിയൽ, യെസ്, ഓക്കെ, റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് 24,000-ലാണ്. സർ 20,000-ൽ എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല? സിൻസ് ബൈയിങ് ദിസ് മെറ്റീരിയൽ കോസ്റ്റ് പ്രൈസ് ഹാസ് ഫോളൻ ടു 20,000. നമ്മൾ ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിന് ശേഷം കോസ്റ്റ് 20,000 ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ആരുടെ കോസ്റ്റാണ് ഫോളോ ചെയ്തിരിക്കുന്നത്? റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്തിന്റെ കോസ്റ്റ് അല്ല? സെല്ലിംഗ് പ്രൈസ് അല്ല ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മളോട് പറയുന്നത് ഇത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. ഇത് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് is below cost. അപ്പോൾ നമ്മൾ കോസ്റ്റിലാണോ? കോസ്റ്റ് 24,000 ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് 20,000 ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് 20,000-ൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗുഡ്സ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റോ മെറ്റീരിയൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്? റോ മെറ്റീരിയൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20,000-ലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വാല്യൂ ആണ് എന്ത്? റീപ്ലേസ്മെന്റ് കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫിനിഷ് ഗുഡ്സ് ഈസ് ഇറ്റ് ബിലോ കോസ്റ്റ്. അപ്പൊ അതിനാണ് അവർ ഇവിടെ ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ആ കാര്യം തന്നിട്ടുണ്ട്. വൺ ഓഫ് ഓർഡർ ആണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. വൺ ഓഫ് ഓർഡർ which is expected to produce high profit margin. ഹൈ പ്രോഫിറ്റ് മാർജിനിലാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഹൈ പ്രോഫിറ്റ് മാർജിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രോഫിറ്റ് മാർജിനിലാണ് സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഹൈ മാർജിനിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഒബ്വിയസ്ലി എന്തിൽ കൂടുതലായിരിക്കും? സെല്ലിംഗ് പ്രൈസ് വിൽ ബി എബോവ് കോസ്റ്റ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എബോവ് കോസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്തിൽ കുറവല്ല, ബിലോ കോസ്റ്റ് അല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട് ഹൈ മാർജിനിലാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസസ് എബോവ് കോസ്റ്റ്. അപ്പൊ നമ്മുടെ കേസ് എന്തായിട്ട് മാറി? റീപ്ലേസ്മെന്റ് കോസ്റ്റ് അല്ല എടുക്കേണ്ടത്. ഏതാ എടുക്കേണ്ടത്? റോ മെറ്റീരിയൽ കാണിക്കേണ്ടത് അതിന്റെ ഇപ്പോഴത്തെ കോസ്റ്റ് ആയിട്ടുള്ള 24,000-ലാണ്.
ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് വൺ, ഐറ്റം 2ഉം ഒരു സ്പെസിഫിക് രീതിയിലാണ് ഐറ്റം 2ഉം ചെയ്യേണ്ടത്. അപ്പോൾ ഐറ്റം 2ഉം അങ്ങനെയാണ്, വേറൊരു മെത്തേഡിലാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഐറ്റം 2, എ മെഷീൻ കൺസ്ട്രക്റ്റഡ് ഫോർ അനദർ കസ്റ്റമർ ഫോർ എ കോൺട്രാക്റ്റഡ് പ്രൈസ് ഓഫ് 36,000. അപ്പോൾ മെഷീൻ ആണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെഷീൻ നോർമലി പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് അസറ്റ് ആണ്. പക്ഷെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ മെഷീനിൽ ഡീൽ ചെയ്യുന്ന ആളാണ്. മെഷീനാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ മെഷീൻ അവരെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് അസറ്റ് അല്ല, പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ മെഷീൻ ഇൻവെന്ററി ആണ്. ഒരു കാർ ഡീലറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, മാരുതിനെ സംബന്ധിച്ചിടത്തോളം കാർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് അല്ല, പ്രോപ്പർട്ടി, പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് അല്ല, കാർ ഇൻവെന്ററി ആണ്. അതേപോലെ ഇവിടെ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നു, മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെഷീൻ ഒരു ഇൻവെന്ററി ആണ്, അവരുടെ ഗുഡ്സ് ആണ്, അവരുടെ പ്രൊഡക്റ്റ് ആണ്. എ മെഷീൻ കൺസ്ട്രക്റ്റഡ് ഫോർ അനദർ കസ്റ്റമർ ഫോർ എ കോൺട്രാക്റ്റഡ് പ്രൈസ് ഓഫ് 36,000. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36,000 ആണ്. ദിസ് ഹാസ് ബീൻ റീസെന്റ് കംപ്ലീറ്റഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് 33,600. അപ്പൊ ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കോസ്റ്റ് 33,600 ആണ്. ദിസ് ഹാസ് റീസെന്റ് ബീൻ കംപ്ലീറ്റഡ്. It is now discovered that in order to meet certain health and safety regulation, modification at an extra cost of 8,400 will be required. അപ്പോൾ നമ്മൾ മെഷീനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് തീർന്നു. അപ്പോൾ മെഷീനൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് തീർന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ചില ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയേ പറ്റൂ. ആ മോഡിഫിക്കേഷന്റെ കോസ്റ്റ് 8,400 ആവും. കസ്റ്റമർ പറഞ്ഞത് ഹാഫ് ഞാൻ എടുത്തോളാം, പകുതി കോസ്റ്റ് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബാക്കിയുള്ള അതർ കോസ്റ്റ് 4,200 ഈ പറയുന്ന ഓർഗനൈസേഷൻ അവരുടെ പോക്കറ്റിൽ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഹാഫ്, അതായത് 4,200 എവിടെയാണ് കാണിക്കേണ്ടത്? കോസ്റ്റിൽ ആഡ് ചെയ്തിട്ടാണോ കാണിക്കേണ്ടത്, അതോ സെല്ലിംഗ് പ്രൈസിലാണോ എടുക്കേണ്ടത് എന്നാണ് മേജർ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്. നമ്മൾ ഒരിക്കൽ കൺസ്ട്രക്ഷൻ തീർന്ന് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത അസറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ മുകളിൽ പിന്നീട് എന്ത് കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണെങ്കിലും ആ എക്സ്ട്രാ വരുന്ന കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ഐറ്റം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വരുന്ന കോസ്റ്റ്, ഒരു ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതിന് ജസ്റ്റ് മിനിറ്റ്, ഒരു ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്തു, ഇൻവെന്ററി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വരുന്ന എക്സ്ട്രാ കോസ്റ്റ് കംപ്ലീറ്റ് കൺസിഡർ ചെയ്യുന്നത് കോസ്റ്റ് ടു കംപ്ലീറ്റ് സെയിലാണ്. കോസ്റ്റ് ടു കംപ്ലീറ്റ് സെയിലാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല. കോസ്റ്റ് ടു കംപ്ലീറ്റ് സെയിൽ എവിടെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസിൽ NRVയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസിലല്ല, NRVയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. NRVയിൽ എന്താണ് കാണിക്കേണ്ടത്? NRV എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കംപ്ലീറ്റ് സെയിൽ. അപ്പോൾ NRVയിലാണ് ഈ പറയുന്ന ഐറ്റം റെഡ്യൂസ് ചെയ്യേണ്ടത്. അത് ഓർത്ത് വെക്കുക. ഒരു ഐറ്റം കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വേണം. അങ്ങനെ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് അല്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല, കോസ്റ്റ് കംപ്ലീറ്റ് ദ സെയിൽ ആണ്. അപ്പൊ ആ കോസ്റ്റ് കംപ്ലീറ്റ് ദ സെയിൽ NRVയിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ NRV എന്ന് പറയുന്നത് 31,800 ആവും. അപ്പോൾ ഐറ്റം 2യുടെ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് NRVയിലാണ് വാല്യൂ ചെയ്യേണ്ടത്. കാരണം കോസ്റ്റ് 33,600ഉം NRV 31,800 ആണ്. അപ്പോൾ NRVയിലാണ് ഈ പറയുന്ന ഐറ്റം വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇൻവെന്ററിയുടെ വാല്യൂ ഐറ്റം 1 വാല്യൂ ചെയ്യേണ്ടത് 24,000ലാണ്, റീപ്ലേസ്മെന്റ് കോസ്റ്റിലല്ല. കാരണം ഹൈ പ്രോഫിറ്റ് മാർജിനാണ് ഫിനിഷ് ഗുഡ്സ് വിൽക്കുന്നത്. ഫിനിഷ് ഗുഡ്സ് വിൽക്കുന്നത് ബിലോ കോസ്റ്റ് ആകുമ്പോഴാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എടുക്കേണ്ടത്.
രണ്ടാമത്തത് എക്സ്ട്രാ കോസ്റ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് 31,800 അപ്പോൾ ടോട്ടൽ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് 55,800 ആണ്. ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നു. നമ്മുടെ ഒരു വർഷം മുമ്പ് 2020 മുമ്പ് 2020 വളരെ മോശം വർഷമാണെന്നൊക്കെ പലരും പറയുന്നു. അത്ര മോശം വർഷമല്ല, ചിലർക്ക് മോശമാണ്. യെസ്, മോശം വർഷമാണ്. ബട്ട് എല്ലാ കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് സംഭവിച്ചത്, ഓൺലൈൻ ആയിട്ട് ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്പീഡിൽ ഓൺലൈൻ ക്ലാസ് പോപ്പുലറായി. വളരെയധികം ഓൺലൈൻ ക്ലാസ് പോപ്പുലറായി. എത്രത്തോളം പോപ്പുലറായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ACCAക്കും ക്ലാസ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ ACCA ക്യാപ്പൻ സ്കൂൾ ഓഫ് അക്കൗണ്ടൻസി ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അവരുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓഡിറ്റ് ആൻഡ് അഷൂറൻസ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ഈ 3 ടോപ്പിക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ACCA എക്സാം എല്ലാ 3 മാസം കൂടുമ്പോഴും എക്സാം ഉണ്ട്. നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോഴാണ്. ഇപ്പോൾ ജൂൺ എക്സാം മാർച്ച് 2020 കഴിഞ്ഞ് ജൂൺ 2020 എക്സാം കൊറോണ കാരണം ക്യാൻസൽ ആയി. നമ്മളപ്പോൾ ക്ലാസ് ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്തു സെപ്റ്റംബർ 2020 എക്സാമിനേഷനോട്ട് വേണ്ടി. സെപ്റ്റംബർ 2020 ആയപ്പോഴും ഗവൺമെന്റ് എക്സാം കണ്ടക്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ റിമോട്ട് ഇൻവിജിലേറ്റർ എക്സാം, നിങ്ങളുടെ CMA ഒക്കെ എക്സാം നടത്തിയ പോലെ തന്നെ ഡിസംബറിലാണ് CMA എക്സാം നടത്തിയത്. ഇവർ അതിൻ്റെ ഒരു 3 മാസം മുമ്പ് റിമോട്ട് ഇൻവിജിലേറ്റർ എക്സാം കണ്ടക്ട് ചെയ്തു വീട്ടിൽ. റിമോട്ട് ഇൻവിജിലേറ്റർ എക്സാം ഫസ്റ്റ് ടൈം കണ്ടക്ട് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടായി. ഡിസംബർ 2020 ആയപ്പോഴും സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല, കൊറോണ കത്തി നിൽക്കുന്നു. മാർച്ച് 2021 ആയപ്പോൾ എക്സാം സെന്റർ ബേസ്ഡ് ഇപ്പൊ നടന്നു. സെന്റർ ബേസ്ഡ് ചില സ്ഥലത്തെല്ലാം സെന്റർ ബേസ്ഡ് പറ്റുന്ന സ്ഥലത്തെല്ലാം സെന്ററിലും, ചില സ്ഥലത്തെല്ലാം സെന്റർ ബേസ്ഡ് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ലൊക്കേഷനിലുള്ള പിള്ളേർക്ക് റിമോട്ട് ഇൻവിജിലേറ്ററും രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. എനിവേ മാർച്ച് എക്സാമിനേഷനോട്ട് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 2 ഓപ്ഷൻസും സ്റ്റുഡൻസിന് കൊടുത്തു. ഫേസ് ടു ഫേസ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തു. ഫേസ് ടു ഫേസ് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ 3 ഇരട്ടിയാണ് ഓൺലൈൻ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് മോഡലിലാണ്, മൊഡ്യൂളിലാണ് ഇപ്പോഴും സ്റ്റുഡൻസ് ഉള്ളത്. അതിന് മേജർ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഹോസ്റ്റൽസ് തുറന്നിട്ടുണ്ടാവില്ല, ഫുഡ് ഒരു ഇഷ്യൂ ആയിരിക്കും. മാത്രമല്ല സ്റ്റുഡൻസിന് ഇപ്പോൾ 2-3 എക്സാം, സെപ്റ്റംബർ എക്സാം അതേപോലെ ഡിസംബർ എക്സാം, 2 എക്സാം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ശീലായി. അപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈനിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വൈഫൈ ഒക്കെ ഇല്ലാത്ത സ്റ്റുഡൻസ് വൈഫൈ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്യുപ്പായി. അപ്പോൾ ഓൾറെഡി ശീലായി, ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് ശീലായിട്ടുണ്ട്. ഇപ്പോഴും 3 ഇരട്ടിയാണ് ഫേസ് ടു ഫേസ് ക്ലാസ്സിന്റെ 3 ഇരട്ടി സ്റ്റുഡൻസ് ഇപ്പോഴും ഓൺലൈനിലുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ACCA ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ACCA ക്ലാസ്സിൽ ഇപ്പോഴും നമുക്ക് റീച്ച് കൂടുതലാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ അയർലൻഡ്, നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്, ഫേസ് ടു ഫേസ് ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇംഗ്ലീഷിലായതുകൊണ്ട് അയർലൻഡിൽ നിന്ന് സ്റ്റുഡൻസും ഉണ്ട്, UAE നിന്ന് സ്റ്റുഡൻസും ഉണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് സ്റ്റുഡൻസ് ഉണ്ട്, ചിലരൊക്കെ മലയാളീസ് ആണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്റ്റുഡൻസിനെയും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ, വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് ഒരുപാട് പേര് ഡിസ്കണ്ടിന്യൂ ചെയ്തവരൊക്കെ തിരിച്ച് ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്, കാരണം റെക്കോർഡഡ് ക്ലാസ്സിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിവേ, ഞാൻ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ, മാർച്ച് 2020 നമ്മുടെ കൊറോണയൊക്കെ വരുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ ഡിസംബർ 2019, കൊറോണ വരുന്ന മാർച്ച് 2020 ഡിസംബറിൽ ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബറിനൊക്കെ മുമ്പ് ഓഗസ്റ്റ് 2019 ഒക്കെ ആയപ്പോഴേക്കിനും നമ്മുടെ എല്ലാ കാർ മാനുഫാക്ചറിങ് കമ്പനീസിന്റെയും ഷെയർ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ പ്രൈസ് കുറഞ്ഞു, മാരുതിയുടെ ഷെയർ പ്രൈസ് എല്ലാം കുറഞ്ഞു തുടങ്ങി. എല്ലാം വളരെ സ്റ്റീപ്പായിട്ടുള്ള ഡിക്രീസ് ആണ്. അതിന് മേജർ റീസൺ എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു മേജർ റീസൺ ഉണ്ടായിരുന്നു. നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2മായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ട് കൊറോണ വരുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. സുപ്രീം കോർട്ട് പറഞ്ഞത് ഇതാണ്, ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് മാർച്ച് 2020 ആകുമ്പോഴേക്കിനും ഭാരത് സ്റ്റേജ് 6 കംപ്ലൈന്റ് ആയിരിക്കണം.
എല്ലാ കാറും എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 2020 വിൽക്കുന്ന എല്ലാ കാറുകളും ഭാരത് സ്റ്റേജ് 6 കംപ്ലൈന്റ് ആയിരിക്കണം. ഭാരത് സ്റ്റേജ് 6 എന്ന് പറയുന്നത് എല്ലാ കാറിലും ABS വേണം. ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. എല്ലാ കാറിലും മിനിമം 2 എന്താ പറയുന്നത് എയർ ബാഗ് വേണം. ഡ്രൈവർക്കും ഫ്രണ്ട് പാസഞ്ചർക്കും എയർ ബാഗ് വേണം. ഇപ്പൊ ആ റൂൾ ഒന്നും കൂടി അവർ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞ് പുതിയ റൂളും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നത് ആൾട്ടോ കാറിനും എയർ ബാഗ് വേണം. ഇപ്പൊ പുതിയ വരുന്ന ആൾട്ടോ കാറിനെല്ലാം എയർ ബാഗ് ഉണ്ട് കേട്ടോ. ആൾട്ടോ കാറിനും എയർ ബാഗ് ഉണ്ട്. അപ്പൊ ഇനി ഓൾഡ് ആയിട്ടുള്ള കാർ മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം തലയിൽ കൈവച്ചു. എന്താ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് കൂട്ടിയ എല്ലാ കാറുകളും മാർച്ച് 2020 ഉള്ളിൽ സെയിൽ ചെയ്യണം. ആ സമയത്ത് കൊറോണ ഒന്നും വന്നിട്ടില്ല. ആ സമയത്ത് എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മുടെ എക്കണോമി ചെറുതായിട്ട് റിസഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു റിസഷൻ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ കാറ് വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് തുടങ്ങിയ സമയമാണ്. അപ്പൊ ആ റിസഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എസ്റ്റിമേറ്റ് ചെയ്തു, ഇല്ല ഇപ്പൊ ഉള്ള നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മാർച്ച് 2020 മുൻപ് വിറ്റ് തീർക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെന്ററി മാർച്ച് 2020 ഉള്ളിൽ വിൽക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ വിൽക്കണം എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന്, ആ പറയുന്ന ഇൻവെന്ററി കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. എന്താ സ്ക്രാപ്പ് ചെയ്യുന്ന? കാർ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പൊ വാങ്ങിച്ചു കൂട്ടിയതെല്ലാം ഹെവി ലോസിൽ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. അത് പറ്റില്ല. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്യേണ്ടി വരും. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ ആണ്. എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാറിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും? ABS ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഇൻവെന്ററിയിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും? എയർ ബാഗ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏപ്രിലിൽ വിൽക്കുന്ന ആൾട്ടോ കാർ 2 തരത്തിൽ വിൽക്കേണ്ടി വരും. ഒന്ന്, പുതുതായിട്ട് മാനുഫാക്ചർ ചെയ്ത ആൾട്ടോ കാർ വിത്ത് ABS വിത്ത് എന്താ പറയാ എയർ ബാഗ് എല്ലാം ഓൾറെഡി ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വിൽക്കുന്ന കാർ 4 lakhs വിൽക്കാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഓൾഡ് ആൾട്ടോ കാർ അവർ എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡാഷ്ബോർഡിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? എയർ ബാഗ് വരുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് ഡാഷ്ബോർഡ് ഒക്കെ തല്ലി പൊളിച്ച് പുതിയ എയർ ബാഗ് ഒക്കെ വെച്ച് പുതിയ ഡാഷ്ബോർഡ് ഒക്കെ വിൽക്കുന്ന സമയത്ത് അവർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ കോസ്റ്റ് തന്നെ 4 lakh ആയി. അവർ സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ 4,50,000 സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. പ്രാക്ടിക്കലി പോസിബിൾ ആണോ? കസ്റ്റമർ വരുമ്പോൾ 2 കാറ്, രണ്ടും ആൾട്ടോ 800, ഒരെണ്ണം 4 lakh ഒരെണ്ണം 4,50,000. അപ്പൊ കസ്റ്റമർ ചോദിക്കും, എന്താ ഇത് രണ്ടും? ഒന്ന് പറയും, ഒന്ന് ഞങ്ങൾ ആദ്യം മുതലേ എയർ ബാഗ് ഒക്കെ വെച്ച് ABS ഒക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തതായിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 4 lakh. 2, ഞങ്ങൾ ഓൾറെഡി ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ABS വെക്കാനും അതേപോലെ തന്നെ നമ്മുടെ എയർ ബാഗ് വെക്കാനും ഒക്കെ കുറെ മോഡിഫിക്കേഷൻസ് വേണ്ടി വന്നു. അപ്പൊ ഞങ്ങളുടെ കോസ്റ്റ് കൂടി പ്ലസ് ഞങ്ങളുടെ പ്രോഫിറ്റ് അതും ചേർത്ത് 4,50,000. അപ്പൊ കസ്റ്റമർ അങ്ങനെ നോക്കിയിട്ട് പറയും, രണ്ടും സെയിം തന്നെ അല്ലേ? അതെ. എന്നാൽ ഞങ്ങൾക്ക് 4 lakhs ഐറ്റം മതി കേട്ടോ എന്ന് പറയും. കാരണം രണ്ടും സെയിം ആണ്. അപ്പൊ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഈ പറയുന്ന 4,50,000 ഒരിക്കലും നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റില്ല. മോഡിഫൈ ചെയ്യേണ്ട ഐറ്റം നമ്മൾ കോസ്റ്റ് നല്ല കുറയ്ക്കേണ്ടത്. മോഡിഫൈ ചെയ്യേണ്ട ഐറ്റം മോഡിഫിക്കേഷൻ കോസ്റ്റ് NRV എന്നാണ് കുറയ്ക്കേണ്ടത്. കാരണം അത് സെയിൽ ചെയ്യാനുള്ള കോസ്റ്റ് ആണ്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ല. സെയിൽ ചെയ്യാനുള്ള കോസ്റ്റ് ആണ് മോഡിഫിക്കേഷൻ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് മാറി. ഗവൺമെന്റ് ഭാരത് സ്റ്റേജ് 6 കൊണ്ടുവന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി കൊണ്ടുവന്നു, പുതിയ റൂള് വന്നു. ഇതേപോലെ നമുക്കിത് വിൽക്കാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ മോഡിഫിക്കേഷൻ കോസ്റ്റ് ഓർക്കുക, മോഡിഫിക്കേഷൻ കോസ്റ്റ് NRV എന്നാണ് കുറയ്ക്കേണ്ടത്. സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കംപ്ലീറ്റ് സെയിലാണ് മോഡിഫിക്കേഷൻ കോസ്റ്റ്. മോഡിഫിക്കേഷൻ കോസ്റ്റ് ഒരു കാരണവശാലും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് എടുക്കരുത്. അത് പഠിക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു 3 minutes ബ്രേക്ക് എടുത്തോളൂ. ആ ബ്രേക്കിന് ശേഷം 8:20 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഒരു 3 minutes ബ്രേക്ക്. നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:20.
ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സർ, ഈ PDF ഒന്ന് അയച്ചു തന്നോളൂ, ഞങ്ങൾക്ക് കിട്ടിയതിൽ പ്രോബ്ലം ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കിട്ടിയതിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, യെസ്, നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾക്ക് തന്നൊരു ഡിഫറൻസ് ഉണ്ട്. ഞാനപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ക്വസ്റ്റ്യൻ അയച്ചു തരാം. ജസ്റ്റ് ഒരു മിനിറ്റ്. AS2 inventories, corporate financial reporting. Okay. Just a minute. ലോഡ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ പുതിയ AS2ന്റെ നോട്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6. On 30th September X4, Razor's closing inventory was counted and valued at its cost of rupees 10 lakh. This included some items of inventory which had cost rupees 2,10,000 and had been damaged in a flood on 15th September X4. These are not expected to achieve their normal selling price, which is calculated to achieve a gross profit margin of 30%. The sale of these goods will be handled by an agent who sells them at 80% of normal selling price and charges Razor a commission of 25%. At what value will the closing inventory of Razor be reported in its balance sheet as at 30th September X4 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി ഓഫ് റേസർ. ഇപ്പോൾ ബേസിക്കലി നമുക്ക് തന്നിരിക്കുന്നത് ഓൺ 30th September X4 റേസേഴ്സ് ക്ലോസിംഗ് ഇൻവെന്ററി വാസ് കൗണ്ടഡ് ആൻഡ് വാല്യൂഡ് അറ്റ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് 10 lakhs. ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs ആണ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി 10 lakhs. നെക്സ്റ്റ് തന്നിരിക്കുന്നത് this included some items of inventory which had a cost of 2,10,000. ഇപ്പോൾ ഈ പറയുന്ന 10 lakhsൽ ചില ഇൻവെന്ററി ഉണ്ടായിരുന്നു. ആ ഇൻവെന്ററിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,10,000 ആണ്. had been damaged in a flood on 15th September X4. ബട്ട് ഈ പറയുന്ന 2,10,000 കോസ്റ്റ് വരുന്ന ഇൻവെന്ററി ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാമേജ് ചെയ്ത കാരണം these are not expected to achieve their normal selling price, which is calculated to achieve a gross profit margin on 30%. അപ്പോൾ നമ്മളോട് പറയുന്നത് ഇതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല. നോർമൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30% മാർജിൻ എക്സ്പെക്ട് ചെയ്ത ഐറ്റം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എത്രയായിരുന്നു ഇതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ്? ബിക്കോസ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ നോക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ബേസിക്കലി കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് മാർജിൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, ഷോർട്ട് കട്ട് കാൽക്കുലേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കൂ. നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. മാർജിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പോൾ 30 ആയിരിക്കും പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയായിരിക്കും? കോസ്റ്റ് 70 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് 2,10,000 ഈസ് 70%. എത്രയാണ് 100%? ദാറ്റ് ഈസ് ഈക്വൽ ടു 2,10,000 divided by 70 into 100 equal to 3 lakhs. ഇപ്പോൾ 3 lakhs ആണ് നോർമൽ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റ് ഓർ NRV 3 lakhs വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഇൻവെന്ററി കാണിക്കേണ്ടത് കോസ്റ്റ് തന്നെയാണ്, 2,10,000. പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെയിൽ ഓഫ് ദീസ് ഗുഡ്സ് വിൽ ബി ഹാൻഡിൽഡ് ബൈ എൻ ഏജന്റ് who sells them at 80% of normal selling price and charges a commission of 25%. അപ്പോൾ ഇത് നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എത്രയിലാണ് വിൽക്കുന്നത്? NRV എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ് സെൽ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് 300,000 വിൽക്കാൻ പറ്റില്ല, 3 ലക്ഷത്തിന് വിൽക്കാൻ പറ്റില്ല. ഇതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസിന്റെ 80 വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 2,40,000 ഇത് വിൽക്കാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ അവരെന്ത് ചാർജും ചെയ്യുന്നുണ്ട്? 25% കമ്മീഷനും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 lakh into 80 ആണ് സെല്ലിംഗ് പ്രൈസ്, അതിന്റെ 25% എന്ന് പറഞ്ഞാൽ 2,40,000 25% ഏജന്റ് കമ്മീഷനായിട്ടും ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 60,000. അപ്പോൾ NRV എന്ന് പറയുന്നത് 1,80,000 ആണ്. അപ്പോൾ ഈ പറയുന്ന ഇൻവെന്ററിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,10,000 ആണ്. പക്ഷേ ഈ ഇൻവെന്ററിയുടെ NRV എന്ന് പറയുന്നത് 1,80,000 ആണ്. ഈ ഇൻവെന്ററി ഇപ്പൊ ഏതിലാണ് കാണിച്ചിരിക്കുന്നത്? കോസ്റ്റിലാണ് കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെ കോസ്റ്റിലാന്ന് മനസ്സിലായത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കൂ. On 30th September X4, Razor's closing inventory was counted and valued at its cost of rupees 10 lakh. This is included in some items of inventory which had some item of inventory which had cost of 2,10,000. But 2,10 lakhs inventory value ചെയ്തിരിക്കുന്നത്. ആ 10 lakhs it includes some item which is valued at cost of 2,10,000. അപ്പോൾ 2,10,000 ഇത് വാല്യൂ ചെയ്തിരിക്കുന്നത്.
ബട്ട് ആക്ച്വലി ഇത് വാല്യൂ ചെയ്യേണ്ടത് അതിന്റെ NRV ആയിട്ടുള്ള 1,80,000 ആണ്. അപ്പോൾ ഇൻവെന്ററി ഇപ്പോൾ ഓവറായിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ട്. ഇൻവെന്ററി 2,10,000 കോസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് അതിന്റെ NRV ആയിട്ടുള്ള 1,80,000 ആണ്. ഇപ്പൊ വാല്യൂ ചെയ്തിരിക്കുന്നത് 2,10,000 അപ്പൊ എക്സസ് വാല്യൂ ചെയ്തിരിക്കുന്നത് 30,000 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 30,000 കുറച്ച് NRVയിലോട്ട് കൊണ്ടുവരണം. അപ്പൊ therefore inventory value equal to 10 lakhs minus 30 lakh equal to 9,70,000. 30,000 minus 30,000 equal to rupees 9,70,000. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത് ഓർ ഈക്വൽ ടു 10 lakhs എടുത്തു, അതിൽ ആ ഡാമേജ്ഡ് ഇൻവെന്ററി നമ്മളുടെ അതിന്റെ കോസ്റ്റ് എന്ന് കുറച്ചു, 2,10,000 കുറച്ചു. ഇപ്പൊ ഡാമേജ്ഡ് ഇൻവെന്ററി ബുക്സിലില്ല. ഇനി കാണിക്കേണ്ട അത് ആക്ച്വലി കാണിക്കേണ്ട വാല്യൂ ആയിട്ടുള്ള 1,80,000 ബുക്കിൽ കാണിച്ചു. അപ്പോഴും ആൻസർ വരുന്നത് 9,70,000 തന്നെയാണ്. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇത് എഴുതിയെടുക്കാൻ ഞാൻ വേണമെങ്കിൽ കുറച്ച് സമയം തരാം. ഞാനത് സൂം ഔട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ആസറ്റിന്റെ കോസ്റ്റ് 10 lakh, ആ കോസ്റ്റിൽ 2,10,000 ഒരു ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ സെല്ലിംഗ് പ്രൈസ് 30% മാർജിൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ 30 ആയിരിക്കും. 100 into 30, അപ്പോൾ കോസ്റ്റ് 70. ഇപ്പോൾ 2,10,000 എന്ന് പറയുന്ന കോസ്റ്റ് 70% ആണ്. എത്രയാണ് 100%? 2,10,000 ഡിവൈഡ് ബൈ 70 into 100, 300,000 അല്ലെങ്കിൽ 3 lakhs ആണ് നോർമൽ സെല്ലിംഗ് പ്രൈസ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് നോർമൽ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല, 80% വിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് 3 lakh into 80, 2,40,000 ആണ്. ഇതിന് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്, അവരൊരു കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 lakh into 80% into 25, 60,000 ആണ് കമ്മീഷൻ. ഇപ്പൊ 2,40,000 minus 1,60,000, 1,80,000 ആണ് NRV. കോസ്റ്റ് 2,10,000 അതിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കാണിക്കേണ്ടത് എന്റെ NRV ആയിട്ടുള്ള 1,80,000 ആണ്. അപ്പോൾ ഇൻവെന്ററി ഇപ്പോൾ വാല്യൂ ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഓഫ് 210,000 NRV 180 കാണിക്കേണ്ടത്. അപ്പോൾ 30,000 ഇൻവെന്ററി വാല്യൂ കുറയ്ക്കണം. അപ്പോൾ 10 lakh മൈനസ് 30,000, 9,70,000. ഓർ ആ 10 lakh ഓൾറെഡി ഡാമേജ്ഡ് ഇൻവെന്ററി കാണിച്ചിരിക്കുന്നത് കുറയ്ക്കുക, 2,10,000 കുറയ്ക്കുക, പിന്നെ കാണിക്കേണ്ട യഥാർത്ഥ വാല്യൂ 1,80,000 കാണിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 7. Question number 7. Question number 7. ഇനി അങ്ങോട്ട് നമ്മുടെ റോ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാൻ പോവുകയാണ്. റോ മെറ്റീരിയൽ purchased at rupees 10 per kilogram. Price of material is on the decline. Finished goods in which raw material is incorporated are expected to be sold at below cost. അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഫിനിഷ് ഗുഡ്സ് ഇൻ വിച്ച് റോ മെറ്റീരിയൽ ഇസ് ഇൻകോർപ്പറേറ്റഡ് ആർ എക്സ്പെക്ടഡ് ടു ബി സോൾഡ് ബിലോ കോസ്റ്റ്. ഫിനിഷ് ഗുഡ്സ് ബിലോ കോസ്റ്റിലാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് അതിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ്. ഞാനിത് വീണ്ടും മൈക്രോസോഫ്റ്റ് വൺ നോട്ടിലോട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
Raw material purchase ചെയ്തത് 10 കിലോഗ്രാമിലാണ്. The finished goods in which raw material is incorporated are expected to be sold at below cost ആണ്. അപ്പോൾ ഫിനിഷ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് ബിലോ കോസ്റ്റ് ആണെങ്കിൽ റോ മെറ്റീരിയൽസ് വാല്യൂ ചെയ്യേണ്ടത് അതിൻ്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ്. ഇപ്പൊ ഇത് നോക്കണം, എത്രയാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഇസ് 8 per kilogram. 1000 kilogram ഓഫ് റോ മെറ്റീരിയൽസ് സ്റ്റോറിലുണ്ട്. അപ്പോൾ ഈക്വൽ ടു ₹8 ഇൻറ്റു 1000 kilogram റോ മെറ്റീരിയൽസിന്റെ വാല്യൂ, ഇൻവെന്ററിയുടെ വാല്യൂ ഈക്വൽ ടു ₹8,000. അപ്പോൾ ഇൻവെന്ററി വാല്യൂ ₹8,000. തീർന്നു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ, സ്പീഡ് കൂടുന്നുണ്ട് എന്നുള്ളത്. എഴുതിയെടുക്കാൻ സമയമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന ഐറ്റംസും ഞാൻ നമ്മുടെ കഴിഞ്ഞ സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ ഇരുന്ന സ്റ്റുഡൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ SFMന്റെ ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും ഏതോ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഒഴികെ ബാക്കി എല്ലാ ക്ലാസ്സും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് ബാസിൽ നീലാംബ്രയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലിങ്ക് ചിലപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. എനിവേ ന്യൂ ലിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്തു തരണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ആ ചാനൽ നോക്കിയാൽ മതി. Okay. About question number 8, cost of production of a product A is given below. Raw materials per unit ₹150, wages per unit 50, overhead per unit 50. So total cost per unit 250 ആണ്. As on the balance sheet date, replacement cost of raw material is 110 per unit. There are 100 units of raw material on 31st March 15. Calculate value of closing stock of raw material in the following condition. A finished product is sold at 275. അപ്പോൾ ഫിനിഷ് പ്രൊഡക്റ്റ് സോൾഡ് ചെയ്യുന്നത് 275 ആണ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസ് ഈസ് മോർ ദാൻ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ഏതിലാണ് വാല്യൂ ചെയ്യുക? നമ്മൾ സാധാരണ റോ മെറ്റീരിയൽസ് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റിലാണ്. റോ മെറ്റീരിയൽ കാണിക്കേണ്ടത്, റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റിലാണ്. അപ്പോൾ എത്ര റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്? 150 ആണ് റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, റോ മെറ്റീരിയൽ പെർ യൂണിറ്റ്. അപ്പോൾ 150യിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ റോ മെറ്റീരിയലിന്റെ വാല്യൂ, റോ മെറ്റീരിയൽ വാല്യൂ ഇൻവെന്ററി റോ മെറ്റീരിയലിന്റെ ഇൻവെന്ററി ആണ് വാല്യൂ ചെയ്യുന്നത്. അതിന്റെ കോസ്റ്റിലാണ്. ₹150 ഇൻറ്റു 100 യൂണിറ്റ്സ് ഈക്വൽ ടു ₹15,000. രണ്ടാമത്തത് പറയുന്നത് ഫിനിഷ് പ്രൊഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് 230 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഫിനിഷ് പ്രൊഡക്റ്റ് സോൾഡ് ചെയ്യുന്നത് 230 ആണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിനിഷ് ഗുഡ്സ് സെല്ലിംഗ് പ്രൈസ് 230 ഈസ് ലോവർ ദാൻ കോസ്റ്റ് 250. കോസ്റ്റ് 250 ആണ്, ഫിനിഷ് ഗുഡ്സിന്റെ ടോട്ടൽ കോസ്റ്റ് 250 ആണ്. അതിലും കുറവ് വാല്യൂലാണ് ഇത് ചെയ്യുന്നത്, സെൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിനിഷ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് ബിലോ കോസ്റ്റ് ആണെങ്കിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റിലാണ് ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 110 ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഈക്വൽ ടു 110 ₹110. Therefore, ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്, ഇൻവെന്ററി റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യേണ്ടത് ₹110 പെർ യൂണിറ്റ് ആണ്. അങ്ങനെ 100 യൂണിറ്റ്സ് ഉണ്ട്, ഈക്വൽ ടു ഈ കേസിൽ ₹11,000 വാല്യൂ ചെയ്യേണ്ടത്. തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു.
ക്വസ്റ്റ്യൻ നമ്പർ 9 പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. എക്സ് ലിമിറ്റഡ് പർച്ചേസ്. ആദ്യം ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ 9ഉം അതേപോലെ 10ഉം ഒറ്റയടിക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ടും ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. X Limited purchase goods at a cost of rupees 40 lakh in October 2005. Till March 2006, 75% of stock was sold. ഇപ്പോൾ ഇൻവെന്ററിയിൽ എത്ര ഉണ്ടാവും? 25% ഇൻവെന്ററിയിൽ ഉണ്ടാവും. The company wants to disclose closing stock at 10 lakh. അവർ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് 10 lakhs ആണ്. അതെങ്ങനെ കാണിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോസ്റ്റ് 40 lakh ഇൻറ്റു 25 അങ്ങനെ 10 lakhs. അപ്പോൾ ബേസിക്കലി കോസ്റ്റിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ കോസ്റ്റ് 10 lakhs ആണ്. കാരണം 40 lakhsനാണ് പർച്ചേസ് ചെയ്തത്, അതിൽ 75 സെയിൽ ചെയ്തു, ബാക്കി 25 ഉണ്ട്. അപ്പോൾ 40 lakhs ഇൻറ്റു 25 10 lakhs. The expected sale value is 11 lakh and commission 10% is payable. അപ്പോൾ NRV എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു സെയിൽ ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു സെൽ ആണ്. അപ്പോൾ NRV ഈക്വൽ ടു 11 lakhs ആണ് സെല്ലിംഗ് പ്രൈസ്. 11 lakhs മൈനസ് കമ്മീഷൻ ഉണ്ട് 11 lakhs ഇൻറ്റു 10%. സോ NRV ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 11 lakh മൈനസ് കമ്മീഷൻ വരുമ്പോൾ 1,10,000. കമ്മീഷനും ബ്രോക്കറേജും ഒക്കെ സെല്ലിംഗ് കോസ്റ്റ് ആണ്. സെല്ലിംഗ് കോസ്റ്റ് കുറയ്ക്കേണ്ടത് NRV എന്നാണ്. അപ്പോൾ 11 lakhs മൈനസ് 1,10,000 ഈക്വൽ ടു 9,90,000. അപ്പോൾ കോസ്റ്റ് 10 lakhsഉം NRV 9,90,000. അപ്പോൾ ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത് 9,90,000 ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ആൻസർ എപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് എന്താണ് നോക്കണം. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാർക്കൊക്കെ കിട്ടുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ക്വസ്റ്റ്യൻ അഡ്വൈസ് വെദർ ഇൻവെന്ററി വാല്യൂഷൻ ഈസ് കറക്റ്റ് എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ വരണം. ഇത് വെറുതെ ഇങ്ങനെ കോസ്റ്റ് 10 lakh, NRV സെല്ലിംഗ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു സെൽ 11 lakh മൈനസ് 11 lakh ഇൻറ്റു 10%. അപ്പോൾ 9,90,000. സോ ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് 9,90,000 ആക്കിയാലും നിങ്ങൾക്ക് 1 മാർക്ക് അവർ ലെസ് ചെയ്യും. 4 മാർക്ക് ഒക്കെ ആണെങ്കിൽ എന്താ നിങ്ങൾ റിക്വയർമെന്റിന്റെ ആൻസർ ചെയ്തിട്ടില്ല. ഐഡന്റിഫൈ വെദർ ഇൻവെന്ററി വാല്യൂഷൻ ഈസ് കറക്റ്റ്. നോ, ഇൻവെന്ററി വാല്യൂഷൻ ഈസ് നോട്ട് കറക്റ്റ്. 10 lakhsലല്ല ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് 9,90,000 എന്ന് പറയുന്ന ആ പോയിന്റ് കൂടി വേണം. അപ്പൊ അതാണ് നമ്മുടെ ഫൈനൽ ആൻസറിൽ അത് വേണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. തിയറി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യനിലുള്ള ആൻസർ വരണം. അപ്പോൾ ഇൻവെന്ററി വാല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ വരണം ഇൻവെന്ററി വാല്യൂഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഫൈനൽ ആൻസർ ആയിട്ട് വരണം. Therefore, hence inventory valuation is not correct. Hence inventory valuation is not correct. It should be shown അല്ലെങ്കിൽ recognized at rupees 9,90,000, not at അവർ പറയുന്നത് 10 lakhsലാണ് കാണിക്കുന്നത്, not at 10 lakhs. ഇത് പറയുന്നതാണ് 1 മാർക്ക്. അപ്പൊ ഇത് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 10. The company X Limited has to pay for delay in cotton clearing charges. The company up to 31st March 2014
has included such charges in valuation of closing inventory. This being in nature of interest, X Limited exclude such charges from closing stock. This would result in decrease in profit by rupees 5 lakhs. Comment. Question number 10 ഒന്നുകൂടി നിങ്ങൾ തന്നെ വായിക്കും. ഇതൊരു വെറൈറ്റി ആണ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 10 പറയുന്നത് കമ്പനി കോട്ടൺ ഡീല് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ കോട്ടൻ്റെ ക്ലിയറിംഗ് ചാർജസ്, കോട്ടൻ്റെ പേയ്മെൻറ്റ്സ്, ക്ലിയറിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ആക്കിയതാണ്. അപ്പോൾ കോട്ടൺ വാങ്ങിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ വരുത്താറുണ്ട്. അപ്പോൾ ഡിലേ വരുന്ന സമയത്ത് അവർക്കൊരു ഇൻട്രസ്റ്റ്, ഒരു പെനാൽറ്റി വരാറുണ്ട്, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. ആ ഇൻട്രസ്റ്റ് അവർ ക്ലോസിംഗ് ഇൻവെൻട്രിയിലാണ് കാണിച്ചിരുന്നത്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയണം, ഇൻട്രസ്റ്റ് ക്ലോസിംഗ് ഇൻവെൻട്രിയിലെ കോസ്റ്റിൽ കാണിക്കാൻ പറ്റുമോ ഇല്ലേ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ കാണിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? യെസ് പറ്റുമെന്നാണെങ്കിൽ യെസ്, പറ്റില്ല എന്നാണെങ്കിൽ നോ. എന്താണ് ഒപ്പീനിയൻ? ഓക്കെ, യെസ് പറ്റില്ല. വിഷ്ണു പറയുന്നത് കറക്റ്റ് ആണ്, പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം കോസ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് പർച്ചേസ് പ്രൈസ് പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി പ്ലസ് നോൺ റീഫണ്ടബിൾ ടാക്സസ് പ്ലസ് any expense incurred to get the inventory, to bring the inventory to its location. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കാണിക്കാം, അൺലോഡിംഗ് ചാർജസ് കാണിക്കാം, ലോഡിംഗ് ചാർജ് കാണിക്കാം. അതൊക്കെ നമ്മുടെ ഇൻവെൻട്രി നമ്മുടെ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എന്തുമായി ബന്ധമില്ല, നമ്മുടെ ലൊക്കേഷനിലോട്ട് കൊണ്ടുവരാനുള്ള കോസ്റ്റ് ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് എവിടെ കാണിക്കാൻ പാടില്ല? ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഒന്നും കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇതായിരുന്നു കമ്പനിയുടെ പോളിസി ടിൽ 31 മാർച്ച് 14 വരെ. ഈ വർഷം 2014-15 ആയപ്പോൾ, കറന്റ് ഇയറിൽ അല്ലെങ്കിൽ 14-15, ദിസ് ബീങ് ദ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ്, എക്സ് ലിമിറ്റഡ് ഡിസൈഡ് ടു എക്സ്ക്ലൂഡ് സച്ച് ചാർജസ് ഫ്രം ക്ലോസിംഗ് ഇൻവെന്ററി. അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് വുഡ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ പ്രോഫിറ്റ് ബൈ 5 lakh. ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ന് 5 lakhs കുറയും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ, സാധാരണ സ്റ്റുഡൻസ് തെറ്റിക്കാറുള്ള ഒരു ഏരിയ ആണ് ഇത്. ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റിന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞേ? ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? എന്താണ് നമ്മുടെ ഒപ്പീനിയൻ? ഒന്ന് ടൈപ്പ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ. ക്ലോസിംഗ് ഇൻവെന്ററി കൂടിയാൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? യെസ്, അഗെയിൻ വിഷ്ണു കറക്റ്റ് ആണ്, ശ്രീലാലും കറക്റ്റ് ആണ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ആൻസർ വന്നത്. ശ്രീലാൽ ആൻഡ് വിഷ്ണുവിന് ഒരു ബിഗ് ക്ലാപ്സ് ആൻഡ് തംസ് അപ്പ് നിങ്ങൾ തന്നെ കൊടുത്തേക്ക്. കാരണം സാധാരണ പലപ്പോഴും സ്റ്റുഡൻസ് ചിന്തിക്കാറ് ഇൻവെന്ററി കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് വിൽക്കാൻ പറ്റുന്നില്ല, അപ്പൊ പ്രോഫിറ്റ് കുറഞ്ഞു. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, പണ്ട് +1 പഠിച്ച അല്ലെങ്കിൽ BCom പഠിച്ച ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സെയിൽസ് കാണിക്കാറ്. സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. അതിന്റെ തൊട്ട് താഴെയാണ് ക്ലോസിംഗ് ഇൻവെന്ററി കാണിക്കാറ്. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി കൂടിയാൽ പ്രോഫിറ്റ് കൂടാണ്, അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് കൂടും. അപ്പൊ നമ്മുടെ ഇപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി, ഇത്രയും നാള് ക്ലോസിംഗ് ഇൻവെന്ററിയിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഇൻട്രസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പൊ ആ ഇൻട്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ കുറയും, സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. അത് അവർ എവിടെ ഡിക്രീസ് ഇൻ പ്രോഫിറ്റിൽ. അപ്പൊ ഇതിന്റെ കമന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1ഉം അതേപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2ഉം വേറെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കൂടെ ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ആ 3 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചേർന്നിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബേസിക്കലി നമ്മളിപ്പോൾ എടുത്ത 1 and 2യുടെ ബേസിൽ ആൻസർ ചെയ്യുന്നുണ്ട്. ഒന്ന്, interest or penalty should not be included in cost of closing inventory. Therefore, removing it from cost of inventory is correct. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണ് പറയുന്നത്? നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിക്രീസ് ചെയ്ത വാല്യൂ ഷെയർ ഹോൾഡേഴ്സിനോട് പറയണം. പ്രീവിയസ് ഇയറിൽ ഇൻവെന്ററി കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ AS2 ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ this should be disclosed. ഈ റിമൂവ് ചെയ്തത് this should be disclosed in notes to financial statements as per AS1. ഇത് റിമൂവ് ചെയ്തത് ആസ് പെർ AS1 നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇറ്റ്സ് എഫക്ട് ഷുഡ് ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ്. ഇതിന്റെ എഫക്റ്റും ഡിസ്ക്ലോസ് ചെയ്യണം. ഇറ്റ്സ് എഫക്ട്സ് ഷുഡ് ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ്. Hence, decrease in profit of rupees 5 lakhs due to removal of inventory should be disclosed in notes. അപ്പോൾ നോട്ട്സിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്ത കാരണം ഈ വർഷത്തെ പ്രോഫിറ്റ് 5 lakhsൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഷുഡ് ബി ഡിസ്ക്ലോസ് ഇൻ നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അല്ലെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. തീർന്നു. ഇത്രയാണ് AS2ലെ ക്വസ്റ്റ്യൻ നമ്പർ 10ൽ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സമയമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 11ഉം 12ഉം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ AS2യുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നെക്സ്റ്റ് ഞാനിത് നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരേണ്ട. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്ത് തരേണ്ട. അപ്പോൾ നാളത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ലിങ്ക് അയക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ലിങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ലിങ്കും, പിന്നത്തെ ലിങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3യുടെ ഒരു ലിങ്കും, 2 ലിങ്ക് ഞാൻ ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുക്കുന്നുണ്ടാവും. അതെന്തിനാണ് 2 ലിങ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബേസിക്കലി നമ്മൾ AS1ഉം AS2ഉം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. AS2ൽ 2 ക്ലാസ് കൂടി പെൻഡിങ്, 2 ക്വസ്റ്റ്യൻ കൂടി പെൻഡിങ് ഉണ്ട്. ആ പറയുന്ന ക്വസ്റ്റ്യന് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ലിങ്ക് ചെയ്യുന്നത്. AS2 നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് AS3 സെപ്പറേറ്റ് സൂം ക്ലാസ്സിലായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വളരെ ഈസി ആയിരിക്കും.
അതല്ലെങ്കിൽ ഞാൻ ആ യൂട്യൂബ് ചാനൽ ഒറ്റ ലിങ്ക് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ലിങ്ക് ആണെങ്കിൽ ഞാൻ ആ പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിലും ഏറ്റവും ഈസി എന്ന് പറയുന്നത് 2 ലിങ്കിൽ നമ്മളത് യൂട്യൂബ് സൂമിൽ ക്ലാസ് എടുക്കും. AS2യുടെ ഒരു ലിങ്കും AS2 കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾ അതൊന്ന് ലീവ് ചെയ്തിട്ട് AS3യുടെ ലിങ്കിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിന്റെ ബാലൻസ് ക്ലാസ് നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഈവനിങ്. നാളെ കാണാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.